37 വർഷക്കാലത്തോളം കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ട്. ആ നിലയ്ക്ക് ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ വളർന്നു വരുന്ന ഒരു സാമ്പത്തിക സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിൻ്റെ വളർച്ചയെ ഞങ്ങളെല്ലാം വളരെ സാഹൂതം നോക്കി കണ്ട് അതിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 5-8 വർഷക്കാലമായിട്ട് ഈ ഇടനാട് ബാങ്ക് ഈ മേഖലകളിൽ കർഷകർക്കും കർഷകേതര പ്രവൃത്തികളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കും കൊടുക്കുന്ന ഫൈനാൻഷ്യൽ സപ്പോർട്ട് സർവീസസ് അത് വളരെയധികം അനുമോദനം അർഹിക്കുന്നതാണ്. ഈ അടുത്തിടെയായി ഈ കോഓപ്പറേറ്റീവ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെയെല്ലാം വളരെ സമർത്ഥമായിട്ട് അതിജീവിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ ഡിസ്കഷനിൽ ചോദിക്കുകയായിരുന്നു. എല്ലാ മേഖലകളിലും ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലാണേലും അഡ്വാൻസിൻ്റെ കാര്യത്തിലാണേലും അഡ്വാൻസ് റിക്കവറിയുടെ കാര്യത്തിലാണേലും പ്രോഫിറ്റിൻ്റെ കാര്യത്തിലാണേലും എന്ന് വേണ്ട ഒരു ബാങ്കിങ് മേഖല ഏതെല്ലാം മേഖലകളിൽ അതിൻ്റെ പ്രവർത്തനം എഫിഷ്യൻസി കാണിക്കാൻ പറ്റും എന്നുള്ളതെല്ലാം എൻ്റെ അസംഷനിൽ കഴിഞ്ഞ അരമണിക്കൂർ ഞാൻ ഇതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയായിട്ടൊക്കെ വിവിധ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ നിലയിൽ വളരെയധികം ശ്ലാഘനീയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് നിൽക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ കസ്റ്റമേഴ്സിനും ആശ്വാസം നൽകുന്ന കംഫർട്ട് നൽകുന്ന ഒരു ലെവലിലാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ ബാങ്കിൻ്റെ പ്രസ്ഥാനത്തിന് ഇതിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡെപ്പോസിറ്റേഴ്സ് ബോറോവേഴ്സ് ഇവർക്കെല്ലാം സമയാസമയങ്ങളിൽ സ്വീകാര്യമായ സേവനങ്ങൾ കൊടുക്കുന്നതിന് ഈ ബാങ്ക് പ്രാപ്തമാണ്. ഇത് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമ്പോൾ കർഷകരുടെ പ്രശ്നങ്ങളും അവരുടെ സാമ്പത്തിക ക്ലേശങ്ങളും സമയാസമയങ്ങളിൽ വേണ്ട മരുന്ന് നൽകി ആരോഗ്യ പ്രശ്നങ്ങൾ പരിപാലിക്കാനായിട്ട് ഈ ബാങ്കിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം ബോധ്യമുണ്ട്. ഇതിന് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നുണ്ട്.